വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സിൻഡോ തൊറയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ജോളി T തോമസ് ഉപഹാരം നൽകി അനുമോദിച്ചു. ഹെഡ് മിസ്റ്റർ CJ ജോസഫ്, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത്, മുൻ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് EO മേരി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ PTA ഭാരവാഹികളായി CS സുനിൽകുമാർ, ഉദയകുമാർ, ഷഹന എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് വരെ നമുക്ക് അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് ചരിത്രമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുന്ന ചരിത്രത്തിൻ്റെ അപരവൽക്കരണം എല്ലാ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെതിരായിട്ട് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള കരിക്കുലം വളർത്തിയെടുക്കേണ്ടതിനും വിദ്യാഭ്യാസ ചിന്തകൾ വളർത്തിയെടുക്കേണ്ടതിനും അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹമാണ്. കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്കിവിടെ എല്ലാവർക്കും അറിയാം, നാനാ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക സ്വരൂപത്തോടുകൂടി കഴിയുന്ന ഒരു മാതൃക സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി നമ്മളുടെ ഇടയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഏറ്റവും മേന്മയുള്ളതും ഗുണപ്രദവുമായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം. അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും മികച്ച പൗരന്മാരായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കഴിവ് ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.